ഇത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചാണ്. തലശ്ശേരിക്കടുത്തുള്ള എന്ത് രസമാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ. ഇതൊരു ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഞങ്ങളവിടെ പോയിരുന്നത്. എന്താ രസമോ, ആൾക്കാരൊക്കെ അവരൊക്കെ പട്ടം വാങ്ങിക്കാൻ കിട്ടും. പട്ടം വാങ്ങി പട്ടം കൊണ്ട് കളിക്കുക കേട്ടോ അവരൊക്കെ റോഡ് സൈഡിൽ. ഇപ്പുറത്ത് വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അവിടെ ഡ്രൈവിംഗ് ബീച്ചാണ്. അത് ഡ്രൈവിംഗ് പഠിക്കുക. അവിടെ നിന്ന് കുറച്ച് ലെവലായവർക്കൊക്കെ അവിടെ കൊണ്ടുപോയി ഓടിച്ച് പഠിക്കാം. പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട്, 20 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ ഓടിക്കാൻ പാടില്ല. അവിടെ അത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം, കടലിൽ ഇറങ്ങിയിട്ട് കളിക്കുകയും ചെയ്യാം. ഒരുപാട് വണ്ടികളിങ്ങനെ ഒരു അധിക വേഗതയില്ലാതെ പോവാം. ഇപ്പുറത്താണെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. ഇവിടെയെല്ലാം കണ്ടോ, ഒരുപാട് എത്ര പേരാണ്. ഇതൊരു ഞായറാഴ്ച ഫുള്ള് കടലിലേക്ക് ഇറങ്ങിയിട്ട് ചെറിയ കുട്ടികളൊക്കെ കൂട്ടിയിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. എന്ത് രസം മോളെ. അവരൊക്കെ കൂട്ടി ആ കുട്ടിക്ക് എന്തൊരു കൗതുകമാണെന്നറിയോ. കുട്ടി ഇറങ്ങാൻ പോകുന്നില്ല. ചിലരുണ്ട് വേറെ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട്. അവരെ നോക്കുമോ, കണ്ടോ, അവരെ ഫാമിലി മൊത്തം വന്നിട്ട് അതിൽ ഒരാൾ കാറിലിരുന്നിട്ടുണ്ട്. അവരിങ്ങനെ നോക്കുകയാണ്, കുട്ടികളൊക്കെ എന്താണ് കളിയെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയെങ്കിലും പോകണം. പിന്നെ അവിടെ അതും ഇതും കണ്ടോ, എല്ലാ ഫാമിലീസും അവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല കണ്ടോ എത്രയാണ് ആൾക്കാർ. ഫുള്ള് ആൾക്കാരെ കൊണ്ടുള്ള കളിയാണ് ആ കടൽ മുഴുവൻ. അത് എത്ര ദൂരമാണെന്നറിയാം അവർ ഇറങ്ങി പോകുന്നത്. ഒരുപാട് ദൂരം വരെ അവരിങ്ങനെ കടലിലേക്ക്, അതിപ്പോൾ കാണാം കേട്ടോ. അതെത്ര ദൂരം വരെ അവർ യാതൊരു ഭയമില്ലാതെ, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാണേ നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കണ്ടോ ഇതിൽ പുറത്ത് ഇരിക്കുകയാണ്. ഒരു ചെക്കൻ ആരെയോ കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിങ്ങനെ ചെളിയിൽ നിന്ന് കൂടെ എന്നൊരു 2-3 പേരുണ്ടായിരുന്നു. അതെ കണ്ടോ, ചെറിയ കുട്ടികളൊക്കെ കണ്ടോ അവരിറങ്ങി പോകുന്നത് കണ്ടോ. അവിടത്തേക്ക് അത്ര ദൂരെയാണ് അവർ ഇറങ്ങി പോകുന്നതെന്ന് കണ്ടോളെ. അവരത്രയും നോക്കിക്കോ. ഇതൊന്നല്ല കേട്ടോ, അപ്പുറത്തേക്ക് അവരെത്ര ഒരുപാട് ദൂരെ വരെയുള്ള ആൾക്കാരുണ്ട്. ഈ ക്യാമറ അത്ര അങ്ങോട്ട് എത്തുന്നില്ല. കണ്ടോ ഒരുപാട് പേര് അവരിങ്ങനെ അവിടെ അപ്പുറത്തേക്ക് നോക്കിക്കൂടെ. അത്രയും ഒരു വലിയൊരു ഫാമിലി. എനിക്ക് തോന്നുന്നു ഒരു 500,000 പേരെങ്കിലും ഇതിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്ര ആൾക്കാർ ഇതിൽ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. കാണാനും അവിടെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാനുള്ളൊരു ഇതിലുള്ള കേട്ടോ. കണ്ടോ കടലങ്ങനെ ഇരമ്പി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുന്ന് കണ്ടോ അവരെത്ര ധൈര്യത്തിൽ അവർ ഒരു ഫാമിലിയിലുള്ള അവർ മൊത്തം അങ്ങോട്ട് ഇറങ്ങി പോവാന്ന് കടലിലേക്ക്. എനിക്ക് അങ്ങോട്ട് പോയി ക്യാമറ എടുക്കാനും കൂടെ പേടിയാവുന്നു, അത്രയും ദൂരം. ഞാനിതിപ്പോൾ കടലിൽ നിന്നിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. എന്ത് രസം. ചില മൂലകളിൽ ആരുമില്ല. കളിക്കാരൊക്കെ ഒരു സ്ഥലത്ത് കുമിഞ്ഞു കൂടി നിൽക്കുകയാണ്. ഇപ്പുറത്തും ഉണ്ട് കുറേ പേര് കണ്ടോ, ഈ ഭാഗത്തും. ഇത് ഒരുപാട് ദൂരം, എനിക്ക് തോന്നുന്നൊരു 4-5 കിലോമീറ്ററോളം ഇതിങ്ങനെ പോലീസ് വന്നിട്ടുണ്ട് കേട്ടോ. പോലീസ് ഇടയ്ക്ക് പട്രോളിംഗ് ഉണ്ട്. അവർ ഇതൊക്കെ നോക്കാൻ വരികയാണ്. അവർ കുറച്ച് മുമ്പ് അലാറം അടിച്ച് പുറത്തുള്ളവരെയൊക്കെ കുറേ ഉൾക്കടലിലോ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയവരൊക്കെ ഇങ്ങോട്ട് അലാറം അടിച്ച് പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കണ്ടോ. എല്ലാം അവിടെ ആളുകൾ അങ്ങനെ മറക്കുകയാണ് കേട്ടോ. കണ്ടോ, പിന്നെ ഒരു ഫാമിലിയിൽ മൊത്തം ഉള്ളവരുണ്ട്. ഓരോ ഫാമിലിയിലും എത്ര ആൾക്കാരാണ്. ഈ ഞായറാഴ്ച ദിവസം ഒന്ന് പോകണം കേട്ടോ നിങ്ങൾ എങ്ങനെയെങ്കിലും. ഈ മുഴപ്പിലങ്ങാട് ബീച്ചാണ് ഇത്, തലശ്ശേരിക്കടുത്തുള്ള മുഴപ്പിലങ്ങാട് ബീച്ച്. ഒരു 1000 പേരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ആൾക്കാർ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. അവർക്ക് എന്താ കണ്ടോ, ഒരു കുട്ടിയെ ഭയമുള്ള ഒരു കുട്ടിയെ കടലിലേക്ക് കൂട്ടി പോവുക അവർ. അത് അമ്മയാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടോ. അങ്ങനെ ഒരു നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. ആ ഒരു എന്താ ഒച്ചപ്പാടൊക്കെ. നിങ്ങൾക്കത് നമ്മുടെ ഈ വോയിസ് ഞാനത് ഡിലീറ്റ് ചെയ്തതുകൊണ്ടാണ്. ഒരുപാട് നല്ല ശബ്ദങ്ങളൊക്കെ കിട്ടും കേട്ടോ.